ഗോ ആൻഡ് ഗെറ്റ് ഷോപ്പ് ആപ്പിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയതായി നിർമ്മിച്ച ഒരു ഷോപ്പ് ആപ്പിലെ ഹോം പേജാണിത്. ഇവിടെ ഏറ്റവും വലുപ്പത്തിൽ ആദ്യം കാണുന്നത് ടോട്ടൽ ഓഫർ അൺലോക്കിംഗ് ഗ്രാഫാണ്. നിങ്ങൾ ഇടുന്ന ഓഫറുകൾ എത്ര കസ്റ്റമേഴ്സ് ഇതുവരെ അൺലോക്ക് ചെയ്തു എന്നതിന്റെ നമ്പറും അതിന്റെ ഗ്രാഫും ഇവിടെ കാണാം. വീക്ക് അല്ലെങ്കിൽ മന്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗ്രാഫ് കാണുന്ന രീതിയിലും ഇതുപോലെ മാറ്റം വരുത്താം. ഈ ഭാഗത്ത് ഓഫറുകളുടെ ഒരു ക്വിക്ക് ഓവർവ്യൂ കാണാൻ സാധിക്കും. ആക്റ്റീവായതും ഇന്നാക്റ്റീവായതും എക്സ്പേർട്ട് ആയതുമായ ഓഫറുകളുടെ എണ്ണം ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കും. അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓഫറുകളുടെ ഡീറ്റെയിൽസും സ്റ്റാറ്റസും വിശദമായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഓഫറുകൾ മാത്രം കാണണമെങ്കിൽ ലൈവ് ഫിൽട്ടർ സെലക്ട് ചെയ്താൽ മതി. ഈ സെക്ഷനിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ബാലൻസ് കാണിച്ചിരിക്കുന്നു. ഷോപ്പ് ആപ്പ് അക്കൗണ്ട് നിർമ്മിച്ചപ്പോൾ കിട്ടിയ 40 രൂപ ബാലൻസ് ഇവിടെ കാണാം. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് 10 ഓഫറുകൾ ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പേജിലേക്ക് എത്താം. ഇവിടെ ആഡ് ബാലൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് കൂടുതൽ ഓഫർ ലിസ്റ്റിംഗ് ബാലൻസുകൾ പർച്ചേസ് ചെയ്യാം. നിയർബൈ യൂസേഴ്സ് എന്ന പാനലിൽ നിങ്ങൾക്ക് ചുറ്റും എത്ര ഗോ ആൻഡ് ഗെറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് കാണാം. അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഓഫറുകൾ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. പ്രൊഫൈൽ ലൈക്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഓഫറുകൾ അൺലോക്ക് ചെയ്തു ലൈക്ക് ചെയ്ത കസ്റ്റമേഴ്സിന്റെ എണ്ണത്തെ കാണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ CRM-ൽ സേവ് ചെയ്തിട്ടുള്ള ആകെ ക്ലയൻസിന്റെ എണ്ണം ഈ ഭാഗത്തും കാണാം. ഹോം പേജിലെ വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനുകളും കാണാം. പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മൈ പ്രൊഫൈൽ പേജിലെത്തും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ബാലൻസ് ആഡ് ചെയ്യാവുന്നതാണ്. മൈ QR ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഷോപ്പ് പോസ്റ്റർ പേജിലെത്താം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റിലെ പോസ്റ്ററുകൾ ഡൗൺലോഡ് ചെയ്യാം. ഷോപ്പിന്റെ മുമ്പിൽ പതിപ്പിച്ച ഈ പോസ്റ്ററുകൾ കസ്റ്റമേഴ്സ് മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പോൾ ഷോപ്പിൽ ലൈവായി നിൽക്കുന്ന ഓഫറുകൾ അവർക്ക് കാണാൻ സാധിക്കുന്നു. മൈ പ്രൊഫൈൽ പേജിൽ തന്നെ ഭാഷ സെലക്ട് ചെയ്യാനും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനും ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ആപ്പിലെ രണ്ടാമത്തെ മെനുവായ CRM-ൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലാണ് എത്തുക. ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. ക്വിക്ക് കാരിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് സേവ് ചെയ്യാം. ആവശ്യമെങ്കിൽ അവർക്ക് പ്രത്യേകം ടാഗുകളും കൊടുക്കാം. ഇമ്പോർട്ട് കോണ്ടാക്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഫോണിൽ മുൻപേ തന്നെ സേവ് ചെയ്തു വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ CRM-ലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇൻവൈറ്റ് ക്ലയന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മറ്റുള്ളവരെയും ആപ്പിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. മൂന്നാമത്തെ മെനു ബട്ടണായ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം.